തീവ്രവാദികളുടെ മൊബൈൽ കടകൾ. പെൺകുട്ടികൾ പേരും വിലാസവും നോക്കി കയറണേ. CCTV കടകളിൽ പെൺകുട്ടികൾ സൂക്ഷിക്കണം. ആലപ്പുഴയിൽ BJP നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. SDPI തീവ്രവാദികളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട പല പ്രതികളും ഇനിയും പിടിയിലാകാനുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് രഞ്ജിത്ത് വധക്കേസിൽ കൊലയാളികൾ ഉപയോഗിച്ചത് നിരപരാധിയായ ഒരു വീട്ടമ്മയുടെ പേരിലുള്ള സിം കാർഡ് ആയിരുന്നുവെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൾ ഉപയോഗിച്ചിരുന്ന മറ്റ് സിം കാർഡുകളും സമാനമായ രീതിയിൽ നിരപരാധികളുടെ പേരിൽ സംഘടിപ്പിച്ചവയാണ് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുകയുണ്ടായി. മൊബൈൽ കടയുടമയും കൊലയാളി സംഘവും ചേർന്ന് വീട്ടമ്മയുടെ രേഖകൾ സംഘടിപ്പിച്ച് സിം കാർഡ് എടുക്കുകയായിരുന്നു. വീട്ടമ്മയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കള്ളക്കളി പുറത്തു വന്നത്. ചോദ്യം ചെയ്യലിനിടയിൽ സംഭവം അറിഞ്ഞ വീട്ടമ്മ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു. പുന്നപ്പുര കളിത്തട്ടിന് സമീപം B&B മൊബൈൽ ഷോപ്പ് നടത്തുന്ന മുഹമ്മദ് ബാദുഷിയാണ് വത്സല എന്ന വീട്ടമ്മയുടെ ആധാർ രേഖകൾ ഉപയോഗിച്ച് മതഭീകരർക്ക് വേണ്ടി സിമ്മുകൾ സംഘടിപ്പിച്ചത്. വത്സല സിം കാർഡ് എടുക്കാൻ ചെന്നപ്പോൾ ആധാറിന്റെ പകർപ്പ് നൽകിയിരുന്നു. കൂടാതെ 2 തവണ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു സിം വത്സലയ്ക്ക് നൽകുകയായിരുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്തിന്റെ കൊലയാളി സംഘം ഉപയോഗിച്ചത് വത്സലയുടെ പേരിലെടുത്ത സിം കാർഡ് ആണെന്ന് പോലീസ് അറിയിച്ചപ്പോഴാണ് തന്നെ കബളിപ്പിച്ച് സിം കാർഡുകൾ കടയുടമ എടുത്ത വിവരം വീട്ടമ്മ അറിയുന്നത്. പുന്നപ്പുര തെക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ സുൾഫീഖറാണ് കൊലയാളി സംഘത്തിന് സിമ്മുകൾ നൽകിയത്. ഇദ്ദേഹം ഒരു SDPI പ്രവർത്തകനും കൂടിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു പാവം വീട്ടമ്മ കുടുങ്ങിയത് വളരെയേറെ ആശങ്കയുണർത്തുന്ന സംഭവമായി വേണം കാണാൻ. ഒപ്പം പ്രഭുത്വ കേരളമെന്ന് അഭിമാനിക്കുന്ന ഓരോ മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തുകയും വേണം. ഇതൊരു സൂചന കൂടിയാണ്. ഈ കേരളത്തിൽ സിം കാർഡുകൾ എടുക്കാൻ ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളും മൊബൈൽ ഷോപ്പുകൾക്ക് നൽകുന്നത് സുരക്ഷിതമല്ലെന്ന സൂചന. ഇപ്പോൾ മുക്കിന് ഒരുപാട് മൊബൈൽ കടകൾ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിലായി കുമിളുകൾ പോലെ വളരുന്നുണ്ട്. എല്ലാവരും മൊബൈൽ കട നടത്തുന്ന ആളുടെ പേരും വിലാസവും നോക്കിക്കയറേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ കേരളം. പ്രത്യേകിച്ച് ഇപ്പോൾ തീവ്രവാദികളുടെ കടകളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ ആളെ മനസ്സിലാക്കാതെ ഇത്തരം മൊബൈൽ കടകളിൽ പോയി സിം കാർഡ് എടുത്താലും ഫോൺ റിപ്പയർ ചെയ്താലും ഫോൺ വാങ്ങിയാലും റീചാർജ് ചെയ്താലുമൊക്കെ ഇവർ രേഖകൾ ദുരുപയോഗം ചെയ്യുന്നു. എന്തിന് CCTV യുള്ള ഇത്തരം കടകളിൽ പോകുന്നത് പോലും പെൺകുട്ടികൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന സ്ഥിതിയായി. ഈ കടകളിൽ പോകുന്ന പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തി ദുരുപയോഗം ചെയ്യാറുണ്ടോ എന്ന് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ പോലും അവരെ ഒരു തെറ്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. വീട്ടമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ഒരാൾക്ക് ഇത്തരത്തിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്നും ഇതെങ്ങനെ നിർത്താമെന്നും ഭരണകൂടം ആലോചിച്ചില്ലെങ്കിൽ അത് നാടിനും സമൂഹത്തിനും ആപത്തും വലിയ വിപത്തുമാണ്. വ്യാജ സിം കാർഡ് തരപ്പെടുത്തി കൊടുക്കുന്ന എല്ലാ കടക്കാരെയും കണ്ടെത്തി നിയമാനുസൃതം നടപടി എടുത്തേ തീരൂ. അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലെയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭവങ്ങളും ഇനിയും ഇവിടെ കൂടുതൽ ആവർത്തിക്കപ്പെട്ടെന്ന് വരാം. വളരെ വിപുലമായ രീതിയിൽ മൊബൈൽ ഷോപ്പുകളിൽ നിന്നും തിരിച്ചറിയൽ രേഖകൾ അല്ലെങ്കിൽ കോപ്പികൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. വിൽക്കപ്പെടുന്നുണ്ടാകാം, ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ടാകാം. അതിന് ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴയിൽ ഈ വീട്ടമ്മയുടെ പേരിൽ നടന്ന സിം കാർഡ് സംഭവം. നമ്മുടെ വിലയേറിയ രേഖകൾ മൂന്നാമതൊരാൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഒരാൾക്ക് സ്വന്തം പേരിൽ എത്ര സിം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉടനെ മൊബൈൽ കമ്പനികൾ ഒരുക്കുകയും വേണം. എന്നാലേ ഒരു പരിധിവരെ ഇത്തരം അതിക്രമങ്ങൾ തടയാനാകും. പിന്നെ ഈ സംഭവത്തോടു കൂടി
മറിച്ചൊരു കാര്യം കൂടി മനസ്സിലാവുകയാണ്. രഞ്ജിത്തിനെ കൊല്ലാൻ വളരെ നാള് മുമ്പ് തന്നെ തീരുമാനിച്ചത് ആണ് എന്നുള്ള നഗ്നമായ സത്യം. സിം ആക്റ്റീവ് ആക്കാൻ 48 മണിക്കൂറിന് മുകളിൽ വേണം. ആയതിനാൽ തന്നെ പെട്ടെന്നുള്ള തീരുമാനമല്ല കൊലപാതകം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം ഗ്രൂപ്പുകൾ കുറ്റകൃത്യത്തിന് മുമ്പ് ധാരാളം ഒരുക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഇവിടെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യവും വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്ന ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൊലപാതകം നടത്തുന്നതിനും രക്ഷപ്പെടുന്നതിനും സഹായകമാകുന്നുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇനിയും ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലിസ്റ്റിൽ ആരൊക്കെ കടന്നുകൂടിയിട്ടുണ്ടോ ആവും. ഇവിടെ ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും കൊല്ലാമെന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു സാഹചര്യങ്ങൾ. തീവ്രവാദം കുറച്ചു നാളായി നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുകയാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് രാഷ്ട്രീയ പിന്തുണയും കൈമുതലായുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് SDP നേതാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് അഡ്വക്കേറ്റ് രഞ്ജിത്ത് വധക്കേസിലുള്ള പങ്ക്. നമ്മുടെ നാടിന് വിപത്താകുന്ന ഇത്തരം ദേശദ്രോഹികളെ മനസ്സിലാക്കി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് ഭരണകൂടം നിശബ്ദത വെടിയണം. ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന കർശനമായ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. വിമർശനാത്മക ചിന്ത ഉപേക്ഷിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്നിക്കുകയും മുന്നിട്ടിറങ്ങുകയും ഭരണ സംവിധാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകുകയുമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ കൊടും ഭീകരാവസ്ഥയിലേക്കാവും നമ്മുടെ നാട് കൂപ്പുകുത്തുക. ആ ബോധ്യത്തോടെ ഉണർന്നു പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നന്ന്. ഇനി വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആ പാവം വീട്ടമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അവർ എത്രമാത്രം ഈ വിഷയത്തിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവാം. ആ മൊബൈൽ വെച്ചാണ് ചേച്ചി കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞ് കൊലക്കുറ്റത്തിന് വീട്ടമ്മയുടെ പേരിൽ പോലീസ് കേസെടുക്കാത്തത് ഭാഗ്യം. അങ്ങനെയെങ്കിൽ ആടിനെ നായയാക്കുന്നതും നമുക്ക് കാണേണ്ടി വന്നേനെ. എന്തായാലും വീട്ടമ്മയുടെ ഭാഗ്യം. നന്ദി.